ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അഞ്ജുസ് കുക്കിംഗ് വേൾഡ്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുള്ളങ്കി കൊണ്ട് സാമ്പാർ ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. മുള്ളങ്കി സാമ്പാറാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് പോവാം. ഞാൻ എന്താ ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് കൊണ്ടുവരാം. നോക്കിക്കേ, അത് അവിടെ കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിക്കാം. എന്നിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം മൂടി വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് പുളി വെള്ളത്തിലിടാം. ഞാൻ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിരാനായിട്ട് വെക്കാം. ഇനി ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് മുള്ളങ്കി ഒന്ന് നേരാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളയാം. ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാതും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതവിടെ ഞാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു സവാള ഇതളുകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച ശേഷം നമുക്ക് ഈ മുള്ളങ്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം. മുള്ളങ്കിയും അതുപോലെ തന്നെ സവാള ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇതവിടെ മുള്ളങ്കി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ പാനിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. 1/2 മുറി തേങ്ങ ചിരവിയത് കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കരിയാതെ വേണം ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നോക്കിക്കത് അവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ലപോലെ അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. നമ്മുടെ പരിപ്പ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പുളി ഞാൻ കുറച്ചാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് തക്കാളിയുടെ അളവ് കൂട്ടിയെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി തക്കാളി വെന്ത് വരാൻ വേണ്ടി അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ ഇതാ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ മുള്ളങ്കിയും സവാള ഇട്ട് കൊടുക്കാം. 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം തിക്ക് വേണോ ഗ്രേവി അതിനനുസരിച്ച് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. അങ്ങനെ ഇത് അവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ഗ്ലാസോളം വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അങ്ങനെ ഇതവിടെ സാമ്പാർ റെഡി ആയിരിക്കുകയാണ്. ഇനി അതിനെ മാറ്റി വയ്ക്കാം. എന്നിട്ട് വേറൊരു പാൻ വെച്ച ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിക്കാം. എന്നിട്ട് കുറച്ച് കടുക് ഇടാം. അത് പൊട്ടി വന്ന ശേഷം 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ട ശേഷം അതും പൊട്ടിച്ചെടുക്കാം. അങ്ങനെ വറവും റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതിനെ അങ്ങോട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ മുള്ളങ്കി സാമ്പാർ റെഡി ആയിരിക്കുകയാണ്. ദോശയുടെ ഇഡ്ലിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ചാനലിൽ ഏറ്റവും അവസാനമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ലസാനയുടെ വീഡിയോ ആണ്. കാണാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പോയി കണ്ടു നോക്കണം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ എത്തുന്നവരേക്കും എല്ലാവർക്കും ബൈ.